ഇപ്പോൾ കുറേ പേർക്ക് പൗരത്വം കിട്ടുന്നു എന്നുള്ളതിനേക്കാൾ പ്രശ്നം കുറേ പേർക്ക് പൗരത്വം, വലിയൊരു വിഭാഗം ആളുകൾക്ക് പൗരത്വം കിട്ടുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ പൗരത്വം കിട്ടാത്ത ആളുകൾ, അല്ലെങ്കിൽ അതിലൊരു വലിയ പ്രശ്നം ഉണ്ടാവുക പശ്ചിമ ബംഗാളിലും അസ്സാമിലുമായിരിക്കും. കാരണം അവിടെയാണ് ഈ വലിയ തോതിലുള്ള കുടിയേറ്റം, പൗരത്വമില്ലാത്ത ആളുകൾ ഉള്ളത് അവിടെയാണ്. ഒരു പക്ഷേ എനിക്ക് കൃത്യമായ കണക്ക് എവിടെയും ലഭ്യമല്ല എങ്കിലും ലക്ഷക്കണക്കിന് ആളുകൾ പൗരത്വമില്ലാത്തവരായി തുടരേണ്ടി വരും. അവരെ ഇപ്പോൾ തിരിച്ചയക്കാൻ പദ്ധതിയൊന്നുമില്ല എന്ന് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് വിശദീകരിക്കുന്നുണ്ട്. ഒരു രാജ്യവുമായും അഭയാർത്ഥികളെ തിരിച്ചയക്കൽ കരാറോ മറ്റോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ആരെയും ഡീപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ ഈ പ്രശ്നം ലഘൂകരിക്കപ്പെടുന്നുണ്ടോ? ആദ്യം തന്നെ ഒരു തിരുത്ത് തുടക്കത്തിൽ നമ്മൾ പറയുന്ന അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ ആൻഡ് ബംഗ്ലാദേശ് തിയോക്രാറ്റിക് സ്റ്റേറ്റുകളാണ്. ആദ്യത്തെ കാര്യങ്ങൾ പറയട്ടെ, ബംഗ്ലാദേശ് ഏത് ഇത് പരിശോധിച്ച് നോക്കിയാലും ബംഗ്ലാദേശ് ഹാസ് ഡിക്ലെയർ ഇറ്റ് സെൽഫ് ടു ബി എ സെക്കുലർ സ്റ്റേറ്റ്. അവിടുത്തെ സുപ്രീം കോടതിയിൽ അവിടുത്തെ ഇസ്ലാമിസ്റ്റുകൾ കയറി കേസ് കൊടുത്തു. ഈ അടുത്ത് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്, ബംഗ്ലാദേശ് സുപ്രീം കോടതി പറഞ്ഞെങ്കിൽ ഇതൊരു സെക്കുലർ സ്റ്റേറ്റാണ്. അവിടുത്തെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ഒക്കെ ഒരേ റൈറ്റ്സ് അവിടെ ഉണ്ട്. അപ്പോൾ അത് അവിടെ നിന്ന് ആളെ പറ്റിയിട്ട് അവിടെ പീഡനം നടക്കുന്നു. പീഡനം അവിടെ നടക്കണ്ടെങ്കിൽ പീഡനം ഇവിടെയും ഗോതരയും അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ നടക്കുന്നില്ല. ആളോടി പോകുന്നൊന്നുമില്ലല്ലോ. അപ്പോൾ ഒന്ന്. രണ്ടാമത്തെ കാര്യം പറയുന്നത്, എവിടെ പോയി ബംഗ്ലാദേശിലെ പാകിസ്ഥാനിലേക്ക് ഹിന്ദുക്കളെന്ന് ആദ്യം മനസ്സിലാക്കേണ്ടത്, ഗ്രേറ്റർ പഞ്ചാബ്, അത് ഹരിയാന, പാകിസ്ഥാൻ, ഹിമാചൽ പ്രദേശ്, പെപ്സു എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയ ആണ് നമ്മൾ ഡിവൈഡ് ചെയ്തത് ഈസ്റ്റ് പാകിസ്ഥാനായിട്ട്. ഈസ്റ്റ് പാകിസ്ഥാനിൽ ഹിന്ദു പെർസെൻറ്റേജ് 2% ഇന്ത്യയിലെ പഞ്ചാബിലും 2-3% മാത്രം മുസ്ലിമുകളുള്ളൂ. അവിടെയാണ് എക്സ്ചേഞ്ച് ഓഫ് പോപ്പുലേഷൻ നടന്നിട്ടുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ എക്സ്ചേഞ്ച് ഓഫ് പോപ്പുലേഷൻ വല്ലാതെ നടക്കാതിരുന്നിട്ടുള്ള ബംഗാളിൽ അവിടെ പിന്നീട് എന്ത് സംഭവിച്ചു? 1971 യുദ്ധത്തിന് ശേഷം 1 കോടിയിലധികം ജനങ്ങൾ ഇവിടെ വന്നു. അതിൽ ഹിന്ദുക്കൾ നല്ലോണം ഉണ്ട്. അതുകൊണ്ടാണല്ലോ NRC നടപ്പാക്കാനായിട്ട് നമ്മൾ നിങ്ങളുടെ ചോദ്യത്തിലോട്ട് NRC നടപ്പാക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ അവിടെ കണ്ടത് ഹിന്ദുക്കളാണ് കൂടുതൽ എന്നുള്ളത് ആണ് അവിടുത്തെ മുഖ്യമന്ത്രി. അദ്ദേഹം തന്നെ സമ്മതിക്കേണ്ടി വന്നു, ബിസ്വാൽ. അതായത് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളും അഭ്യർത്ഥികളായിട്ട് വന്നിട്ടുണ്ട്. അതിന് അവിടെ പൊളിറ്റിക്കലായിട്ട് മുസ്ലിമുകളുടെ പ്രോസിക്യൂഷൻ നടക്കുന്നുണ്ട്. ഇപ്പം തന്നെ അവിടെ വലിയ പ്രശ്നം നടക്കുന്നില്ലേ? മുസ്ലിമുകളും തമ്മിലാണ് അവിടെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി, അതായത് ഖാലിദാസിയ ഇസ്ലാമിസ്റ്റ്, ഹസീന വാജിദ് സെക്കുലർ. നാളെ ഹസീന വാജിദിനെ തൂത്ത് പുറത്തെറിയണമെങ്കിൽ പണ്ട് പിതാവ് ഷെയ്ഖ് മുജീബുർ റഹ്മാൻ വന്നമായി തന്നെ അവരിവിടെ അഭയം പ്രാർത്ഥിക്കുകയും അവർക്ക് നമ്മൾ അഭയം കൊടുക്കാൻ അവർ ആവശ്യപ്പെടുകയാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കും. അതൊക്കെ അല്ലേ? അതെല്ലാ രാജ്യങ്ങളും തമ്മിലുള്ളതാണ്. ഇതിൽ യാതൊരു തരത്തിലുള്ള പ്രത്യേകതയും ഇല്ല. രണ്ടാമത്തെ കാര്യം ഉള്ളത്, എങ്ങനെയാണ് വീണ്ടും ഓപ്പറേഷൻ എന്നോട് നമ്മൾ അറിയിച്ചിട്ടില്ല, എങ്ങനെയാണ് ശ്രീലങ്കയിൽ നിന്നുള്ള അവരെ തമിഴരെന്ന് പറയരുത്, അവർ ദ്രാവിഡ ഹിന്ദുക്കളാണ്. ആ ഹിന്ദുക്കളെ അവരെ എങ്ങനെ ഒഴിവാക്കുന്നു? അവിടെയല്ലേ ഏറ്റവും വലിയ പീഡനം നടക്കുന്നത്? അവിടെയല്ലേ പ്രഭാകരന്റെ കൊച്ചുമകനടക്കം വെടിവെച്ചു കൊന്നത്? അപ്പോൾ അവരല്ലേ ഇവിടുത്തെ ക്യാമ്പുകളിൽ താമസിക്കുന്നത്? അപ്പോൾ 2 നയം അവിടെ ഉപയോഗിക്കുന്നു. തമിഴ്നാട്ടിലുള്ള ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് അഭയം നൽകുന്നില്ല. അപ്പോൾ അതെങ്ങനെ നമുക്ക് വിശദീകരിക്കാൻ പറ്റും? മൂന്നാമത്തെ കാര്യം, ഇത് പൊളിറ്റിക്കൽ തന്നെയാണ്. കാരണം ആസാമിലും ബംഗ്ലാദേശിലും നമ്മുടെ ബംഗാളിലും ആണ് ഏറ്റവും വലിയ മുസ്ലിം പോപ്പുലേഷൻ കിടക്കുന്നത് ഇന്ത്യയിൽ. കേരളത്തെക്കാൾ കൂടുതൽ 35% ആസാമിലും 29% എങ്കിലും വെസ്റ്റ് ബംഗാളിലും ഉണ്ട്. അത് ബോർഡറിനോട് ചേർന്ന് കിടക്കുന്നതാണ്. ആ ബോർഡറിനോട് ചേർന്ന് കിടക്കുമ്പോൾ ഈ 2 സ്ഥലത്തും അവിടെയുള്ള ബംഗാളി മുസ്ലിമുകളെ, അതാണ് CPM അടക്കം കോൺഗ്രസ് അടക്കം ഉള്ളവരൊക്കെ എടുത്തിട്ടുള്ള നയം. അവിടുത്തെ ബംഗാളി മുസ്ലിമിനോട് അവരുടെ ഡോക്യുമെന്റ്സും മറ്റും ചോദിച്ചുകൊണ്ട് ഇനി NRC നടപ്പാക്കിയിട്ടില്ല എന്ന് പറയുന്നു. നടപ്പാക്കിയില്ല, ഞാൻ അംഗീകരിച്ചു. CA അനുസരിച്ച് പഠിക്കാനില്ല എന്ന് പറഞ്ഞാൽ അത് നമ്മൾ അംഗീകരിക്കുകയാണ് സാർ. പക്ഷേ NRC നടപ്പാക്കുന്ന കാലഘട്ടത്തിൽ അവരോട് അവരുടെ ഡോക്യുമെന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറയുമ്പോൾ ഡോക്യുമെന്റ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ അവിടുത്തെ മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകളാണ് ഞാൻ പറയുന്നത്. അവിടുത്തെ മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകളാണ്. ആസാം അക്കോർഡിന്റെ കാലഘട്ടത്തിൽ രാജീവ് ഗാന്ധി ആസാം അക്കോർഡ് ഉണ്ടാക്കുന്ന കാലഘട്ടത്തിൽ തൊട്ടുള്ള തർക്കമാണത്. ഇതിപ്പോൾ BJP വന്നപ്പോൾ ഉണ്ടാക്കിയ തർക്കമൊന്നുമല്ല, അതിന് മുമ്പേ തന്നെ ഉള്ള തർക്കമാണ്. ആ തർക്കം അനുസരിച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അവരെ എവിടേക്ക് തള്ളിവിടും എന്നൊരു ചോദ്യമുണ്ട്. അവരെ എവിടേക്ക് തള്ളിവിടും? അവരെ പുറത്താക്കാൻ പറ്റുമോ? ബംഗ്ലാദേശിന്റെ ബോർഡേഴ്സ് നമ്മൾ തന്നെ സീൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്.
അവിടുന്ന് ഇവരെ ഡിസെൻട്രലൈസ് ചെയ്തിട്ട് എങ്ങോട്ട് വിടും. അപ്പോൾ അങ്ങോട്ട് വിടുമ്പോൾ ഇവിടെയുള്ള ജനങ്ങളുടെ ഇതെന്താണെന്ന് വെച്ചാൽ ഇത് കോൺസെൻട്രേഷൻ ക്യാമ്പ് മാതിരിയുള്ള ഡിറ്റൻഷൻ ക്യാമ്പുകളിലോട്ട് വിടും. അപ്പോൾ ഇതൊക്കെ ഈ രാജ്യത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. രാജ്യത്ത് നമ്മുടെ രാജ്യത്തിനുള്ള ആഭ്യന്തരമായിട്ട് വലിയൊരു കലഹം ഉണ്ടാക്കുന്ന, ആ കലഹം മുമ്പുണ്ടായില്ല എന്ന് ഞാൻ പറയുന്നില്ല. ആ കലഹമാണ് നമ്മൾ കോൺഗ്രസ് മുഖ്യമന്ത്രി ഹൈതേശ്വർ സഹിക്കായിരുന്ന കാലത്തിൽ. അതൊരു കാര്യം കൂടെ അദ്ദേഹത്തെ പറ്റിയും പറയാം. അദ്ദേഹം അഹോം വിഭാഗത്തിൽപ്പെട്ട തായ്ലൻഡിൽ നിന്ന് വന്നിട്ടുള്ള ഒരു വിഭാഗത്തിൻ്റെ ഇതിൽപ്പെട്ടതാണ്. അന്ന് ആ തർക്കം നടന്ന കാലത്താണ് നെല്ലി എന്ന പേരിൽ ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ വർഗീയമായിട്ടുള്ള കൊലപാതകങ്ങൾ നടന്നത്. 10,000-ഓളം പേര് മരിച്ചെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് ഇത്രയും ഒരു വോളട്ടൈലായിട്ടുള്ള ഏരിയ ബംഗ്ലാദേശ്, ആസം, ഗ്രേറ്റർ ബംഗാൾ ആണെന്ന് അതിനെ വിളിച്ചിരുന്നത്. ബീഹാർ, ആസം, ഈ മേഘാലയൊക്കെ നിൽക്കുന്ന സ്ഥലങ്ങൾ, അതും നമ്മുടെ ഈ ഏരിയ ബംഗാളും കൂടി ഈ ഗ്രേറ്റർ ബംഗാളാണ് ബംഗ്ലാദേശിനോട് ചേർന്ന് നിൽക്കുന്നത്. അങ്ങനത്തെ ഒരു സ്ഥലത്ത് ആഭ്യന്തര കലഹമുണ്ടാക്കി, നമ്മുടെ അതിർത്തികളിൽ ആഭ്യന്തര കലഹമുണ്ടാക്കിയിട്ട് ഇപ്പം വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പം കാരണം ഇപ്പം ഹസീന വാജിദ് ആയതുകൊണ്ട്. മറിച്ച് ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള ഒരു കൂട്ടം അധികാരത്തിൽ വന്നല്ലോ. അവർ മുമ്പ് വന്നിട്ടുണ്ടല്ലോ. ജനറൽ ഇർഷാദും കാലിദാസിയൊക്കെ അടക്കം ആൻറ്റി ഇന്ത്യ ആയിട്ടുള്ളത് വരുമ്പോൾ അവിടെ വെറുതെ നമ്മളൊരു കലമുണ്ടാക്കുകയും ഏതെങ്കിലും ഒരു ചെറിയ ഇലക്ഷൻ എന്തെങ്കിലും ഇതുണ്ടാക്കുകയും ചെയ്യുക. ഇലക്ഷൻ വലുതായിട്ടൊന്നും ബാധിക്കുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞ വാക്കുകൾ ശ്രീ ഗോപാലകൃഷ്ണൻ ഉദ്ധരിച്ചതുകൊണ്ട് ഞാൻ പറയാം. ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാൽ റോഡിൽ ഇറങ്ങിയിട്ടുള്ള കുഴപ്പത്തിനും ബഹളങ്ങൾക്കും ഒന്ന് പോകണ്ടെന്നാണ്. അതാണ് എനിക്ക് തോന്നുന്നത്. ലീഗ് തന്നെ പറഞ്ഞത് ഞങ്ങൾ നിയമപരമായിട്ടുള്ള നടപടികളിലോട്ട് പോകും. മുഹമ്മദ് ഷാക്ക് വേണമെന്ന് എന്നെ തിരുത്താം. വലിയ പ്രക്ഷോഭങ്ങളും പ്രകടനങ്ങളും നടത്തിയിട്ട് റോഡിൽ അടിയിടി ഉണ്ടാക്കരുത്. മറ്റേ ഷഹീൻ ബാഗിലുണ്ടായ മറ്റു സംഭവങ്ങൾ, വർഗീയ ലഹളകൾ, അതൊക്കെ ഒഴിവാക്കണം എന്ന് പറയുന്നതാണ്. അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഇതിന് പ്രതികരിക്കേണ്ടതെന്നല്ല. പ്രതികരിക്കണം ആവശ്യമുള്ളതാണല്ലോ ഞാൻ ഈ ചാനൽ ചർച്ചയിൽ വന്നിരിക്കുന്നത്. ശരി, ഓക്കെ, വ്യക്തമാണ്.